ഈ ചായ കച്ചവടം നടത്തിയിട്ട് ഉന്നതിയിലെത്തിയ രണ്ടു കൂട്ടരേ ഉള്ളൂ. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും, പിന്നെ ഒന്ന് നാദാപുരത്തുകാര്. ഈ നാദാപുരം വടകര പ്രദേശത്ത് പോയി നോക്കിയാല് നിങ്ങളവിടെ നോക്കിക്കോളൂ, അവിടെ ഒരു 10ാം ക്ലാസ് പോലും പഠിക്കാത്ത ആളുകളായിരിക്കും. എല്ലാവരും വലിയ വീടും വലിയ ബെൻസ് കാറും ഒക്കെ ഉണ്ട്. UAE മൊത്തം റെസ്റ്റോറന്റ്, ചായ കച്ചവടം. അപ്പൊ അവരുടെ പ്രത്യേകത ഞാൻ കണ്ടെടുത്തോളവും, അവരിവിടെ വരുന്നു, കഷ്ടപ്പെടുന്നു. പക്ഷെ അവര് സദക്ക ചെയ്യും പോലെ ചെയ്യുന്ന ഒരാളുകളെ ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല. ബാക്കി എല്ലായിടത്തും കൊടുക്കുന്നവരില്ല എന്നല്ല, അവർക്കറിയാം അവര് വന്ന വഴി, അവരുടെ കഷ്ടപ്പാട്, അവരിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല വീടുണ്ടെന്ന്. ഒരു ഭൂരിഭാഗം ആളുകളെ നമ്മളിപ്പോ ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ അറിയാലോ, അവിടെ ഒരു വകുത് കടന്നാല് അവര് ദുബൈയിലോ ഇപ്പൊ ഖത്തറിലോ ആയിരിക്കും, അപ്പോഴേ മാലിലെ ബസറിനോടോ ഖത്തീബിനോടോ എന്റെ 1 ലക്ഷം ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. അവരവിടെ നിന്ന് തന്നെ അത് പാർട്ടിസിപ്പേഷൻ ആവും. ഇപ്പൊ ഹംദാൻ ഫൗണ്ടേഷൻ ആദ്യ നാളുകളിലൊക്കെ ഞാൻ സമീപിച്ച ധാരാളം ആളുകളുണ്ട്. പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ അവരുടെ ഒരു മനസ്സ് എടുത്തു പറയേണ്ടതിനാണ്. അതനുസരിച്ച് പടച്ചോൻ അവർക്ക് അതിനെ വിശാലമാക്കി കൊടുക്കുന്നുണ്ട്, അവരുടെ റിസ്ക്കിന്. ഈ നാദാപുരം, വടകര, പാനൂര്, കുറ്റ്യാടി, കൂടുതൽ ഈ കഫ്റ്റീരിയ മേഖലയിലേക്കാണ് അല്ലെ? അതെ, കഫ്റ്റീരിയ മേഖലയാണ്. ചെറുതില് അവർക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് സമ്പത്തുണ്ടാവുന്നു എന്നുള്ളതല്ല, ആ സമ്പത്തിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് സമ്പത്തുണ്ട്, അവൻ സ്വയമായിട്ട് കഴിക്കത്തോലുമില്ല. സമ്പത്തെന്ന് പറയുന്ന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഒരു ദുനിയാവിലൊരു ഹസനത്താണ്. അതിനെ നമ്മൾ കഴിക്കണം, നമ്മൾ ഭക്ഷിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. അള്ളാഹു പറഞ്ഞ കഴിക്കരുതല്ലോ, കുലു വഷ്റബു, കഴിക്ക്, കുടിക്ക്, വലാ തുസ്രിഫു, അമിതമാവാതിരുന്നാൽ മതി, പടച്ചോനെ മറക്കാതിരുന്നാൽ മതി.